ലോകം ഭയക്കുന്ന ഒരു ദേവൻ. എന്നാൽ ഇന്ന് അദ്ദേഹം നീതിയുടെ ദേവനായി ആരാധിക്കപ്പെടുന്നു. അവൻ മറ്റാരുമല്ല, ശനിദേവൻ. പക്ഷെ ഒരിക്കൽ ശനിദേവന്റെ അഹങ്കാരം അത്രയും വളർന്നു. മഹാദേവൻ തന്നെ അവനെ 19 വർഷം ആൽമരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കിയിരുന്നുവെന്ന് പുരാണങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് മഹാദേവൻ ഇങ്ങനെ കഠിനമായ ശിക്ഷ നൽകിയത്? സൂര്യദേവന്റെ പുത്രനായ ശനിദേവൻ വലിയ ശക്തികളോടെയാണ് ജനിച്ചത്. സൂര്യഭഗവാൻ തന്റെ മക്കൾക്ക് അവരുടെ കഴിവുകൾക്കനുസരിച്ച് അധികാരങ്ങൾ നൽകി. എന്നാൽ ശനിദേവന് കിട്ടിയ അധികാരം അദ്ദേഹത്തിന് മതിയായില്ല. ഞാൻ എല്ലാവരിലും ശക്തൻ എന്ന അഹങ്കാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ വളർന്നു. അദ്ദേഹത്തിന്റെ കഠിനമായ ദൃഷ്ടി പതിച്ചിടങ്ങളിലെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിലെ സമാധാനം തകരുമ്പോൾ വിഷമിച്ച സൂര്യദേവൻ മഹാദേവനെ സമീപിച്ചു. ആദ്യം മഹാദേവൻ തന്റെ ഭൂതഗണങ്ങളെ ശനിയെ തടയാനയച്ചു. പക്ഷേ ശനി അവരെയെല്ലാം തോൽപ്പിച്ചു. അവസാനം അഹങ്കാരം മൂത്ത് അദ്ദേഹം മഹാദേവനെ തന്നെ വെല്ലുവിളിച്ചു. അന്ന് മഹാദേവൻ രുദ്രരൂപം സ്വീകരിച്ചു. ആ ശക്തിക്ക് മുന്നിൽ ശനിദേവന്റെ അഹങ്കാരം നിമിഷത്തിൽ തകർന്നു. മഹാദേവൻ ഇഷ്ടമായിരുന്നുവെങ്കിൽ ശനിയെ നശിപ്പിക്കാമായിരുന്നു. പക്ഷേ പാഠം പഠിപ്പിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം ശനിദേവനെ ഒരാൽമരത്തിൽ 19 വർഷം തലകീഴായി കെട്ടിത്തൂക്കി. ആ കഠിനമായ വർഷങ്ങളിൽ ശനിദേവൻ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അഹങ്കാരം വിട്ട് മഹാദേവനെ ധ്യാനിക്കുകയും കഠിന തപസ് ചെയ്യുകയും ചെയ്തു. അവന്റെ സത്യമായ പശ്ചാത്താപം കണ്ട മഹാദേവൻ അവനെ മോചിപ്പിച്ചു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇനി മുതൽ നീയാണ് കർമ്മഫലദാതാവ്. മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം നൽകുക, അതാണ് നിന്റെ ദൗത്യം. അങ്ങനെയാണ് ശനിദേവൻ നീതിയുടെ ദേവനായി മാറിയത്. അതുകൊണ്ടാണ് പറയുന്നത്, ശനിദേവൻ ആരെയും വെറുതെ ശിക്ഷിക്കില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം മാത്രമാണ് അദ്ദേഹം നൽകുന്നത്. ഹർ ഹർ മഹാദേവ്. ഓം ശം ശനീശ്വരായ നമഃ.